ഹായ്, ഇപ്പോൾ നല്ലൊരു മട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മട്ടൻ അടിപൊളി മട്ടനാണ്. ഇന്ന് മട്ടൻ കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയിട്ട് വൃത്തിയായിട്ട് ഞാൻ വരാം. ഓക്കെ, അത് ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ സല്ലാജല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഐസായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കാം കുറച്ചും കൂടി. അത്രയൊക്കെ മതി. ഇതിപ്പോ ഒന്നും കട്ടാക്കാൻ പറ്റില്ല. ഇത് വലിയ കത്തിയാണ്. നമ്മളിൽ ആ തരം കത്തിയില്ല. അപ്പോൾ ഏതായാലും അഡ്ജസ്റ്റ് ചെയ്ത് കട്ടിങ് നടക്കുള്ളൂ. അഡ്ജസ്റ്റിങ് കട്ടിങ് ആണ് ഇതിന് പറ്റുള്ളൂ. വളരെ നന്നായിട്ട് കഴുകിയാലേ അതിൻ്റെ മൊത്തം സ്മെല്ല് പോകുള്ളൂ. അതിനായിട്ട് നമുക്ക് കുറച്ച് സിർക്ക ഉപയോഗിക്കാം. വിനാഗിരി അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്താ ചെയ്യുക, കല്ലുപ്പാണ് വേണ്ടത്. കല്ലുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിയുപ്പിലേക്ക് ചെയ്യുന്നുണ്ട്. കഴുകി കൊടുക്കാം. ഒരു കുക്കറുണ്ട്, കുക്കർ കുട്ടനല്ലേ. ഈ കുക്കർ കുട്ടനിൽ നമ്മൾ ഈ സാധനം ഇതാക്കാം. കുക്കർ കുട്ടൻ ഇവിടെ വെക്കുന്നു. കുക്കർ കുട്ടനിലേക്ക് ഈ സാധനം പതുക്കെ കിടത്തി കൊടുക്കാം. ഉപ്പ് നമുക്കിതിൽ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഉപ്പിടാം അതിലേക്ക്. ഇതിൻ്റെ ഇല, മസാലൻ്റെ ഇല ഇടാം. പിന്നെ നമുക്ക് കുറച്ച് പട്ടയും റാമ്പും ഏലക്കയും എല്ലാം മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് കുറച്ച് ഒരു രസത്തിന് എന്ത് ചെയ്യാറിയോ, ഒരു തരി ഒരു 10-15 പീസ് ഉലുവ അതിലേക്ക് ഇട്ടോളൂ. അത് വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇടേണ്ട കാര്യം എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നതിലൂടെ ഒരു ഏലക്ക കേട്ടോ, ഒരൊറ്റൊരു പീസ് മതി. ഒരു ഏലക്കയിലേക്ക് ഇത്രയൊക്കെ മതിയാവും കുരുമുളക്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മളിങ്ങനെ വെക്കുന്നു. ഒരു നാടൻ സ്റ്റൈല് കറിയാണ്. ഒന്നും പൊടിയായിട്ടില്ല. തൽക്കാലം ഇത്രയൊക്കെ മതി. നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളിൻ്റെ, അതിന് മുമ്പ് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടേ. തന്നെ വീട്ടിലൊക്കെ ഈ ചതക്കുന്ന സാധനം ഉണ്ടാവും, ഇങ്ങനെ കുത്തി ചതക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള പരിഗണ പരിപാടിയാണ്. ഇപ്പോൾ 2 ഉള്ളി സിമ്പിളായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്ന് സിമ്പിൾ പരിപാടിയാണ്. പതുക്കെ ഇതിങ്ങനെ വെക്കുക, ചെറുതായിട്ട് പൂശി കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക.
മറ്റേ ഇട്ടോ, പ്രശ്നമല്ല. 3 സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് കാശ്മീരി ഇടണോ ഇതിടണോ? കാശ്മീരി ഇപ്പോൾ വേണ്ട, കാശ്മീരി വേണ്ട, ഇതന്നെ ഇടാം. ഇഞ്ചി ചെറുതായിട്ട് അരിയാം കേട്ടാ, ചെറിയൊരു പീസാക്കിയിട്ട്. പച്ചമുളക് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു മുറി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പച്ചമുളക് കൂടുതലുള്ള. പിന്നെ വേണ്ട വെച്ചാൽ കറിവേപ്പില നമ്മളിൽ ഇവിടെ കറിവേപ്പിലൊക്കെ ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ കറിവേപ്പില കൂടുതലൊന്നുമില്ല, അപ്പോൾ കുറച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്തിനെ ഇങ്ങോട്ട് തന്നെ തട്ടി കൊടുക്കാം. ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധനമെല്ലാം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ സാധനം അങ്ങോട്ട് മൂടിക്കൊടുക്കും. അപ്പോൾ എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. പതുക്കെ ഈ സംഭവം ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചു കൊടുക്കുന്ന സംഭവം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 വിസിലാണ് ഇതിന് വിസിൽ വേണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ തൊട്ട് നമുക്ക് ഒരു 6 വിസിലാക്കി കൊടുക്കാം. അതിനുള്ളിൽ ദോശ ചൂടാനുള്ള പ്ലാനും കൂടിയുണ്ട്. ഇതിപ്പോൾ 1 വിസിലായി, ഒറ്റ വിസിലായിട്ടുള്ളൂ. ഇപ്പം 4 വിസിലാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. 4-5 വിസിൽ, നമ്മൾ ഒരു 6-7 വിസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ വരാം. ചായം കൂടി വെച്ചിട്ടുണ്ട്, ഒരു കട്ടൻ ചായം കുടിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായയിൽ സുലൈമാനിയിൽ ഒരു മൊഹബത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഒരു മൊഹബത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. മൊഹബത്തും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായി. അപ്പം 4 വിസിലേ ആയിട്ടുള്ളൂ. അപ്പം അടുത്ത എത്ര മിനിറ്റ് ആയിട്ട്, കൂടിപ്പോയാലും ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പരിപാടി തുടങ്ങിയിട്ട് 5. ദോശമാവ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ദോശയും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് അതൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലിങ്ങനെ ക്ലിയർ ആയിട്ട് മൂടി കൊടുക്കാം. അപ്പോഴതിൻ്റെ ഒരു ഇതായിട്ട് പിന്നെ ഇത് നൈസായിട്ട് മട്ടൻ കറി റെഡി. സിമ്പിളാ എന്താ? വാവ് കുട്ടി. മോനെ മനസ്സിൽ ലഡു പൊട്ടി. കൊള്ളാട്ടാ, സൂപ്പർ സാധനം, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സിമ്പിൾ പരിപാടിയാണ്. ചെയ്ത ഒരു സമയം അനുസരിച്ച് നോക്കുമ്പോഴേക്ക് ഇത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ദോശയും മട്ടൻ കറിയും അടിപൊളിയെന്നാണ് ഞമ്മ വെച്ചുകൊണ്ട് ഞമ്മ ഏതായാലും അടിപൊളി എന്ന് പറയും. എങ്കിലും സംഭവം സൂപ്പറാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.